ഈ ലക്ഷ്യ ക്യാമ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടും ആൾക്കാർക്കൊരു ഇഷ്ടം തോന്നിയ ഒരു കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടം തോന്നിയ ഒരു ഫോട്ടോയാണ് ശശി തരൂർ എം പി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സംഭാഷണം. ശശി തരൂരിൻ്റെ കഴിഞ്ഞ നിലപാടുകളെല്ലാം ഒരു മോദി സ്തുതിയായിരുന്നു. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മെരുക്കിയെടുത്തത്? മെരുക്കിയെടുത്തുള്ള ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. ഒരുപാട് നയതന്ത്ര മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളെല്ലാം വന്ന വഴികൾ KSU, യൂത്ത് കോൺഗ്രസ് അങ്ങനെയുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ വഴികളിലൂടെയല്ല അയാൾ വന്നത്. അദ്ദേഹം UN ആടുന്ന് റിട്ടയർ ചെയ്ത് നേരെ രാഷ്ട്രീയത്തോട്ട് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. മോഡി സ്തുതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നല്ല കാര്യം ചെയ്താൽ എതിർക്കണമെന്നൊന്നും കോൺഗ്രസ് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും ഒന്നും അതീതമായിട്ട് ഒരു ജനതയെയും ഒരു നാടിനെയും ഭിന്നിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിനെ പ്രവർത്തുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രവർത്തകർക്ക് എങ്കിലും അദ്ദേഹത്തിൻ്റെതായ വീക്ഷണകോൺ അതിനകത്ത് വേറെ ഉണ്ടെങ്കിൽ ആ വീക്ഷണകോണുകൾ പലപ്പോഴും പരസ്യ പ്രസ്താവനകളിൽ നിന്നും ഒഴിവാക്കപ്പെടണം. അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് അത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ഒരു താരപ്രചാരകനായിട്ട് അവതരിപ്പിച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവനകൾ തിരിച്ചടിയാകും എന്ന് കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ആ പ്രസ്താവനകളിൽ നിൽക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇന്നലത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മോഡിയെ സ്തുതിച്ചിട്ടില്ല, അങ്ങനെ സ്തുതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടായിരിക്കും പ്രചരണം നടത്തുക. കേരളത്തിലെ UDF കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് ഇക്കാര്യങ്ങളെല്ലാത്തിനും. നരേന്ദ്രമോദിയോടുള്ള സമീപനം, CPM-നോടുള്ള സമീപനം എല്ലാത്തിലും ക്ലിയറമായ ക്ലാരിറ്റി ഉണ്ട്. കേരളത്തിൽ പ്രചരണം നടത്തുന്നവർ ആ ക്ലാരിറ്റിയോടുകൂടി മാത്രമേ പ്രചരണം നടത്താൻ പറ്റൂ. ശശി തരൂർ ഒരു താരപ്രചാരകനായിരിക്കും. അല്ല, ഞങ്ങളുടെ താരപ്രചാരക പട്ടികയിൽ 10-40 പേരുണ്ടാവും. അറിയാമല്ലോ, 40 പേരാണ് ഒരു സ്റ്റാർ ക്യാമ്പയിനർ വരുന്നത്. അതിലദ്ദേഹം ഉണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ കേരളത്തിലെ മത്സരിച്ച പാർട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യമാണ് കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് ചോദിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ആ തരത്തിലുള്ളൊരു ആവശ്യത്തെ കോൺഗ്രസ് പരിഗണിക്കുക? ഞങ്ങളുടെ അനുഭവത്തിലെ കൊലീഷൻ പൊളിറ്റിക്സിൽ ഏറ്റവും നന്നായി ബിഹേവ് ചെയ്യുന്ന പാർട്ടികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ്. നമ്മുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്തിയ പരിഗണനയായി കാണുന്ന വിജയം എന്നുള്ളത് തന്നെയാണ്. അത് UDF ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ബന്ധങ്ങളിലും കൂടിയാണ് നമ്മൾ വിജയിക്കാൻ കഴിയുക. അപ്പോൾ അക്കാര്യത്തിൽ അവർക്ക് നിശ്ചയമായിട്ടും നിലപാടുകളുണ്ട്. സീറ്റുകളുടെ കാര്യം വരുമ്പോൾ സീറ്റുകൾ എന്ന് പറയുന്നത് അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ജയമാണ് പ്രശ്നം. എത്ര പാർട്ടി സീറ്റുകൾ കൂടുതൽ മത്സരിക്കുന്നതിന് ഉപരിയായിട്ട് എത്ര സീറ്റുകളിൽ നമ്മൾ ജയിക്കുന്നതാണല്ലോ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം. അത്തരമൊരു ചർച്ചകൾ ടേബിളിന് ചുറ്റും വരുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒരു പറഞ്ഞ പോലെ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചയായിരിക്കും ഏറ്റവും എളുപ്പം തീരാൻ പോകുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച അത് പരസ്പരം മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടികൾ എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉത്തരവാദിത്വബോധത്തോടുകൂടി കാണുന്ന പാർട്ടികൾ എന്ന നിലയിലും അത് പെട്ടെന്ന് തീരും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പ് നടന്ന സമ്മേളനത്തിൽ അത് KC വേണുഗോപാലിന് അവർ മികച്ച രാഷ്ട്രീയ നേതാവായിട്ട് നൽകി ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ അന്നും തങ്ങൾ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത് കേരളം CPM-ൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷയായിട്ട് കാണുന്നത് KC വേണുഗോപാലെയാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ആ പ്രതീക്ഷ അതേപോലെ തന്നെ ഒരു ഇടപെടലായിരിക്കുമോ കേരളത്തിലുണ്ടാകുക? അല്ല, എൻ്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യക്തി മാത്രം ഇടപെട്ടതുകൊണ്ട് ജയിക്കുന്നതല്ല കേരളത്തിലെ രാഷ്ട്രീയം. ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് നല്ല നേതാക്കന്മാരുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ. അനുഭവ സമ്പന്നരുള്ള സീനിയേഴ്സ് ഉണ്ട്, വളരെ ഡൈനാമിക്കായിട്ടുള്ള യങ് ലീഡർഷിപ്പുണ്ട്. താഴെത്തട്ടിൽ പോലും ഞങ്ങളുടെ യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് വിങ്ങിൽ പോലും നല്ല ക്ലാരിറ്റിയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്ന കുട്ടികളൊക്കെ തന്നെ എത്ര സ്മാർട്ടായ കുട്ടികളാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം ഒന്നിച്ചു, അതാണ് ഞങ്ങൾ ലക്ഷ്യമില്ല തീരുമാനിച്ചു തന്നെ, എല്ലാവരും ഒന്നിച്ചു കൂടുന്നതാണ്. ഏതെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ച ഒരു മാന്ത്രിക വിദ്യയിലൂടെ ഗവൺമെൻറ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്ന നാടല്ല കേരളം. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. അപ്പോൾ ജനങ്ങളുടെ തീരുമാനം അന്തിമമാണ്. പക്ഷേ എൻ്റെ റോള് കൃത്യമാണ്. അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും പാർട്ടിയെയും മുന്നണിയെയും സഹായിച്ചുകൊണ്ട് പ്രതിസന്ധികൾ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അതിലിടപെട്ട് അത് പരിഹരിച്ചുകൊണ്ട്
ഈ UDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തമായിട്ട് ഞാനുണ്ടാവും.